ഹായ് ഫ്രണ്ട്സ്, പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ചാനൽ ഇതുവരെ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തേക്കണേ. കൂടെ ഒരു ലൈക്കും കൂടി. തികച്ചും റെസ്റ്റോറൻറ്റ് സ്റ്റൈലിൽ തയ്യാറാക്കിയ നല്ലൊരു മട്ടൻ കറിയും ദിൽ ലീഫ് കൊണ്ട് തയ്യാറാക്കിയ നല്ലൊരു കേർഡ് കറിയുമാണ്. ഇതാണ് ദിൽ ലീഫ്. നിങ്ങൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ കണ്ടിട്ടുണ്ടാവും. ധാരാളം വൈറ്റമിൻസ് അടങ്ങിയ വളരെ സോഫ്റ്റ് ആയിട്ടുള്ള ലീഫാണ് ദിൽ ലീഫ്. നമ്മുടെ നാട്ടുകാർക്ക് അത്രയ്ക്ക് ഇത് അറിയില്ല, പക്ഷേ കേരളത്തിന് പുറത്തും വിദേശ രാജ്യങ്ങളിലും ഇത് ധാരാളമായിട്ട് യൂസ് ചെയ്യുന്നുണ്ട്. ഇതൊന്ന് കഴുകി വൃത്തിയാക്കി വയ്ക്കാം. മട്ടണാണ്, 1/2 കിലോ എടുത്തിട്ടുണ്ട്. കുറച്ച് വലിയ പീസായിട്ടാണ് കട്ട് ചെയ്തിരിക്കുന്നത്. ആദ്യം ഇതിൽ കുറച്ച് മസാല പുരട്ടി മാരിനേറ്റ് ചെയ്യാനായിട്ട് വയ്ക്കാം. 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 3 ടീസ്പൂൺ കാശ്മീരി ചില്ലി പൗഡറും 1 ടീസ്പൂൺ ഉപ്പും കൂടി ചേർത്ത് നന്നായിട്ടൊന്ന് പുരട്ടി വയ്ക്കാം. 10-15 മിനിറ്റ് ഇരിക്കട്ടെ. ഈ മട്ടൻ കറിയിൽ ചെറിയ ഉള്ളിയാണ് യൂസ് ചെയ്യുന്നത്. ചെറിയ ഉള്ളി ഇല്ലെങ്കിൽ സവാള എടുക്കാവുന്നതാണ്. 1/2 കിലോയേ ഉള്ളൂ. അപ്പോൾ ഇത് ഏകദേശം 3/4 കപ്പോളം ചെറിയ ഉള്ളി ഞാൻ എടുത്തിട്ടുണ്ട്. വലിയ ഉള്ളിയൊക്കെ ചെറുതായിട്ട് മുറിച്ചിട്ടുണ്ട്. സവാളയാണെങ്കിൽ 2 സവാള സ്ലൈസ് ചെയ്തെടുക്കാം. ഒരു കഷ്ണം ഇഞ്ചിയും 10-12 വെളുത്തുള്ളിയും ചതച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. പാൻ ചൂടാക്കി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. എണ്ണ ചൂടാകുമ്പോൾ ചെറിയ ഉള്ളി ചേർക്കാം. ഇതോടൊപ്പം തന്നെ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് കൂടി ചേർക്കാം. 1 ടേബിൾ സ്പൂൺ ജിഞ്ചർ ഗാർലിക് പേസ്റ്റ് ഉണ്ട്. കുറച്ച് കറിവേപ്പിലയുണ്ട്. ഇഞ്ചിയുടെയും വെളുത്തുള്ളിയുടെയും പച്ചച്ചോവ് മാറുന്നത് വരെ ഒന്ന് ഇളക്കി കൊടുക്കാം. ഉള്ളിയൊക്കെ ഒന്ന് വാടിയാൽ മതി. ജസ്റ്റ് ആ ട്രാൻസ്പെറൻ്റ് ആവുന്ന ആ സമയം വരെ ഇളക്കി കൊടുത്താൽ മതി. ഇതിലിനി മസാല ചേർക്കാം. മല്ലിപ്പൊടി, പെപ്പർ പൗഡർ, ഗരം മസാല, പെരിഞ്ജീരകപ്പൊടി, ഇത്രയുമാണ് ചേർത്തത്. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നമ്മൾ മാരിനേറ്റ് ചെയ്തപ്പോൾ ചേർത്തത് കൊണ്ട് വീണ്ടും ചേർക്കേണ്ട ആവശ്യമില്ല. മുളക് പൊടിയും മഞ്ഞൾപ്പൊടിയും നന്നായിട്ട് മട്ടനിൽ പിടിച്ചിട്ടുണ്ട്. ആ കളർ തന്നെ നോക്കിക്കേ. ഇത് നമ്മൾ മട്ടൺ ഉണ്ടാക്കി കഴിയുമ്പോഴും നല്ല കളറായിരിക്കും ഈ മട്ടന്. 1 ടീസ്പൂൺ ഉപ്പ് കൂടി ചേർത്തിട്ടുണ്ട്. നന്നായിട്ടൊന്ന് ഇളക്കി കൊടുക്കാം. 2-3 മിനിറ്റ് നല്ലതുപോലെ ഒന്ന് ഇളക്കി യോജിപ്പിക്കാം. അപ്പോൾ ഇതിലുള്ള ഈ മസാലയെല്ലാം നല്ല ഫ്രൈ ആയി. ഇനി ഇതിൽ തിളച്ച വെള്ളമാണ് ഒഴിക്കുന്നത്. ഈ മട്ടൺ വാങ്ങിയപ്പോൾ തന്നെ കടക്കാരൻ പറഞ്ഞു ചെറിയ ആടിൻ്റെ മീറ്റാണെന്ന്. അതുകൊണ്ട് കുക്കറിലൊന്നും വേവിക്കണ്ട, പാത്രത്തിൽ വേവിച്ചാൽ മതിയെന്ന്. വലിയ ആടിൻ്റെ മീറ്റൊക്കെ ആണെങ്കിൽ അത് കുക്കറിൽ തന്നെ വേവിക്കുക. ബോയിലായതിനു ശേഷം മീഡിയം ഫ്ലെയിമിലാക്കി വേവിക്കാം. ഈ മട്ടണിൽ ചേർക്കാനായിട്ട് കുറച്ച് കപ്പലണ്ടി കൂടി എടുത്തിട്ടുണ്ട്. മട്ടണിൽ കപ്പലണ്ടി ചേർക്കുന്നത് നല്ല ടേസ്റ്റ് ആയിരിക്കും. ഇടയ്ക്കിടയ്ക്ക് ഇങ്ങനെ കപ്പലണ്ടി കടിക്കുമ്പോൾ നല്ലൊരു ടേസ്റ്റാണ്. കപ്പലണ്ടിയുടെ തൊലി കളയാൻ ഇത്തിരി സമയം വേണം. അതുകൊണ്ട് ഞാനിങ്ങനെ കല്ലുകൊണ്ടിങ്ങനെ ഉടച്ചെടുത്തിട്ടുണ്ട്. ഇതിൽ നിന്ന് ഇനി കപ്പലണ്ടി തൊലി മാറ്റിയിട്ട് ഇതിലോട്ട് ചേർക്കാം. 2 പച്ചമുളകും കൂടി കീറി വച്ചിട്ടുണ്ട്, അതും കൂടി ചേർക്കണം. ഇനി ഒരു 3/4 മണിക്കൂറോളം അടച്ചു വച്ചിട്ട് വേവിക്കാം. തീ കുറച്ചാണ് വച്ചിരിക്കുന്നത്. ആ സമയം കൊണ്ട് നമുക്ക് കേർഡ് കറിക്ക് വേണ്ടി തൈര് ഒന്ന് അടിച്ചു വച്ചിട്ടുണ്ട്. ഇവിടെ ചോറും റെഡി ആയിട്ടുണ്ട്. പച്ചരി ചോറാണ്. ഞാൻ കൂടുതലായിട്ടും ഇങ്ങനെ സോനാ മസൂരി റൈസാണ് കഴിക്കുന്നത്. ദിൽ ലീഫ് നന്നായിട്ട് കഴുകി വൃത്തിയാക്കി വെള്ളമെല്ലാം പോയതാണ്. നമ്മുടെ നാട്ടിൽ ഈ ലീഫ് അങ്ങനെ ആൾക്കാർ വാങ്ങാറുമില്ല, കഴിക്കാറുമില്ലെന്നാണ് ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത്. എനിക്ക് തോന്നുന്നില്ല എൻ്റെ കുടുംബത്തിൽ ആരെങ്കിലും ഈ ലീഫ് ഉണ്ടാക്കി കഴിക്കുമോ എന്നുള്ളത്. മുമ്പൊരു ദിവസം പോത്തീസിൽ പോയപ്പോഴാണ് ഈ ലീഫ് കിട്ടിയത്. അപ്പോൾ ഇതെൻ്റെ അടുത്ത് 1-2 മലയാളികൾ വന്ന് ചോദിച്ചിരുന്നു, ഇത് എന്തിനു കൊള്ളാം, ഇത് എന്തുണ്ടാക്കുമെന്നൊക്കെ. ഇതിനൊരു മസാല ഉണ്ടാക്കാനായിട്ട് 1 ടീസ്പൂൺ മല്ലി എടുത്തിട്ടുണ്ട്. 2 ടേബിൾ സ്പൂൺ കടലയും 4-5 വെളുത്തുള്ളിയും കുറച്ച് ചില്ലി ഫ്ലേക്സും 2 പച്ചമുളകും കൂടി ഇതുപോലൊന്ന് ചതച്ചെടുക്കാം. നന്നായിട്ട് പൊടിയൊന്നും വേണ്ട. ഇത് ഈ കല്ലില്ലെങ്കിൽ മിക്സിയിലിട്ടൊന്ന് പൊടിച്ചെടുത്താൽ മതി. ഇനി പാൻ ചൂടാക്കിയിട്ട് 1 ടീസ്പൂൺ വെളിച്ചെണ്ണ ഒഴിക്കാം. കുറച്ച് ജീരകം ഇടാം, കടുക് ഇടാം. ഇത് പൊട്ടിക്കഴിയുമ്പോൾ 2 വറ്റൽമുളക് ഇടാം. ഈ ചതച്ച് വെച്ച മസാല ചേർക്കാം. വെളുത്തുള്ളിയുടെയൊക്കെ പച്ചച്ചോവ് മാറുന്നത് വരെ ഒന്ന് വറുത്ത് കൊടുക്കാം. കുറച്ച് കറിവേപ്പില ചേർക്കാം. ഈ കടലയ്ക്ക് പകരം കപ്പലണ്ടി ചേർക്കാവുന്നതാണ്. ഇതിൽ 1/2 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും 1/2 ടീസ്പൂൺ കായപ്പൊടിയും കൂടി ചേർക്കാം. ഇതിലേക്ക് ചെറുതായിട്ട് അരിഞ്ഞു വെച്ച ദിൽ ലീഫ് ചേർക്കാം. ഈ കറി തന്നെ നമ്മൾ ഈ ദിൽ ലീഫിന് പകരം മുരിങ്ങയിലയോ ചീരയിലയോ ഉപയോഗിച്ച് ചെയ്യാവുന്നതാണ്. അല്ലെങ്കിൽ നല്ല ഉലുവയിലയുണ്ടല്ലോ, അതുമൊക്കെ നല്ലതാണ് ഈ ഒരു കറി ഉണ്ടാക്കാൻ. ടേസ്റ്റ് അനുസരിച്ച് ഉപ്പ് ചേർക്കാം.
ഇനി ഇതിലേക്ക് തീ കുറച്ച് വച്ചിട്ട് നമ്മൾ നേരത്തെ അടിച്ചു വച്ചിരിക്കുന്ന തൈര് ചേർക്കാം. 3/4 കപ്പ് തൈരും 1/4 കപ്പ് വെള്ളവും കൂടെയാണ്. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്ത് കൊടുക്കാം. തീ ഇപ്പോൾ ഓഫ് ചെയ്തിരിക്കുകയാണ് ഞാൻ. പാൻ നല്ല ചൂടായതുകൊണ്ട് പെട്ടെന്ന് തന്നെ ഈ തൈരും ചൂടായിക്കൊള്ളും. ഇപ്പോൾ തൈര് നന്നായിട്ട് ചൂടായിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് സെർവിങ് ഡിഷിലേക്ക് മാറ്റാം. കാണാൻ തന്നെ എന്ത് ഭംഗിയാണെന്ന് നോക്കിക്കേ. ആ ലീഫിൻ്റെ ഭംഗിയാണ്. എല്ലാ ലീഫും ഇതുപോലെ അല്ലല്ലോ. ഇപ്പോൾ നമ്മുടെ മട്ടനും ഏകദേശം റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് ഒഴിക്കാനായിട്ട് ഞാൻ കുറച്ച് സാഫ്രൺ വെള്ളത്തിൽ അലിയിച്ച് വച്ചേക്കുകയാണ്. കുങ്കുമപ്പൂവ്. ഈ കുങ്കുമപ്പൂവ് ഈ മട്ടനിൽ ഒഴിക്കുമ്പോൾ നല്ല ടേസ്റ്റാണ് മട്ടന്. സാധാരണ കാശ്മീരികളാണ് മട്ടനിൽ കുങ്കുമപ്പൂവ് ഒഴിക്കുന്നത്. അവിടുത്തെ മട്ടൺ ഭയങ്കര ടേസ്റ്റാണ്. അവർ പക്ഷേ ഈ ചെറിയ ഉള്ളി യൂസ് ചെയ്യില്ല, സവാളയാണ് യൂസ് ചെയ്യുന്നത്. അതോടൊപ്പം തന്നെ അവർ ഓയിലിലല്ല ഇത് ഉണ്ടാക്കുന്നത്, ഘീയിലാണ് ഉണ്ടാക്കുന്നത്. ഇനി 1 ടേബിൾ സ്പൂൺ വെളിച്ചെണ്ണ ഒഴിച്ചിട്ട് നമുക്കൊന്ന് കടുക് പൊട്ടിച്ച് ചേർക്കാം. കുറച്ച് കടുകും വറ്റൽമുളകും കറിവേപ്പിലയും കൂടി ചേർത്ത് കടുക് പൊട്ടിക്കാം. ഇതിനി നമുക്ക് കറിയിലോട്ട് ഒഴിക്കാം. സാഫ്രൺ ചേർത്തപ്പോൾ ഈ മട്ടൻ കറിയുടെ കളർ തന്നെ മാറിയത് കണ്ടോ? ഒരു ഓറഞ്ച് കളറായിട്ടുണ്ട്. പക്ഷേ അതിൻ്റെ മീറ്റ് റെഡായിട്ട് തന്നെ ഇരിക്കുകയാണ്. അത് നമ്മൾ ആദ്യം മാരിനേറ്റ് ചെയ്ത് വെച്ചത് കൊണ്ടാണ്. ഇനി ആവശ്യാനുസരണം മല്ലിയില ചേർക്കാം. വളരെ സ്വാദിഷ്ടമായൊരു മട്ടൻ കറിയാണിത്. ഇത് അപ്പത്തിൻ്റെ കൂടെയൊക്കെ കഴിക്കാൻ നല്ല ടേസ്റ്റായിരിക്കും. അതുപോലെ പുട്ടിൻ്റെ കൂടെയും ഈ മട്ടൻ കറി നല്ല ടേസ്റ്റായിരിക്കും. അടുത്ത പ്രാവശ്യം ഇനി മട്ടൺ വാങ്ങിക്കുമ്പോൾ ഇതുപോലെ ഒന്ന് ട്രൈ ചെയ്ത് നോക്കിക്കേ. ഒരല്പം കുങ്കുമപ്പൂ കൂടി ചേർത്താലാണ് ഇതിൻ്റെ ശരിക്കും ടേസ്റ്റ് എന്തെന്ന് മനസ്സിലാവുന്നത്. അതുപോലെ തന്നെ ഈ ദിൽ കറിയും. ദില്ലെന്ന് എങ്ങനെ പേര് വന്നെന്നറിയില്ല. ദില്ലെന്ന് പറഞ്ഞാൽ ഹിന്ദിയിൽ ഹേർട്ട് എന്നാണ്. ഈ ലീഫിന് എങ്ങനെ ഈ ഹേർട്ട് എന്ന് പേര് വന്നെന്നറിയില്ല. ഏതായാലും നിങ്ങൾ ട്രൈ ചെയ്ത് നോക്കുക. കേർഡാണ് ചേർത്തെങ്കിലും ഇത് ചപ്പാത്തിക്കും ചോറിനും അതുപോലെ തന്നെ പൊറോട്ട, പൂരി എന്നിവയ്ക്കൊക്കെ നല്ല ടേസ്റ്റ് ആയിരിക്കും. അധികം പുളിക്കാത്ത തൈരാണെങ്കിൽ കൂടുതൽ ടേസ്റ്റ് ആയിരിക്കും. ഇനി അപ്പോൾ സൂപ്പർ മാർക്കറ്റിലൊക്കെ പോകുമ്പോൾ ഈ ദിൽ ലീഫ് കാണുമ്പോൾ വാങ്ങുക. ഇത് ഇങ്ങനത്തെ ഒരു കറി ഉണ്ടാക്കാനും കൊള്ളാം. അതുപോലെ ചപ്പാത്തി മാവിലൊക്കെ ചേർത്ത് കുഴച്ച് ചപ്പാത്തി ഉണ്ടാക്കാനും ഒക്കെ സൂപ്പറായിരിക്കും. ഈ 2 കറികളും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടെന്ന് വിചാരിക്കുന്നു. ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, കമൻറ്റ് ചെയ്യുക. വീണ്ടും പുതിയൊരു വീഡിയോയിലൂടെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ് മദേഴ്സ് കുക്കിംഗ് ലാബ്.